നമസ്കാരം. പ്രധാന വാർത്തകൾ. മാധ്യമപ്രവർത്തകൻ KM ഷാജഹാൻ പോലീസ് കസ്റ്റഡിയിൽ. ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് KM ഷാജഹാനെ ചെങ്ങമനാട് SHO കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനാണ് കസ്റ്റഡി എന്നാണ് സൂചന. അയ്യപ്പ സംഗമ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കേരളത്തിലെ ചിലർ നിലപാടില്ലാതെ ചാടിക്കളിക്കുകയാണെന്നും ശബരിമലയിലെ നിലപാട് മാറ്റം ജനങ്ങളോട് തുറന്നു പറയണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. ഭാരതാംബയെ എതിർക്കുന്നവർ അയ്യപ്പ ഭക്തരായതെങ്ങനെയെന്നും ഗവർണർ ചോദിച്ചു. കോഴിക്കോട് നവരാത്രി സർഗോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു ഗവർണറുടെ പരാമർശം. വയനാട് DCC പ്രസിഡന്റായി TJ ഐസക്കിനെ പ്രഖ്യാപിച്ചു. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ചെയർമാനാണ് TJ ഐസക്. ND അപ്പച്ചൻ രാജിവെച്ച ഒഴിവിലാണ് നിയമനം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് ഐസക് പ്രതികരിച്ചു. +2 വിദ്യാർത്ഥിനി ജീവനൊടുക്കി. പാലക്കാട് അഗളി നെല്ലിപ്പതിയിലെ മഹേഷിന്റെ മകൾ അരുന്ധതിയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. അഗളി GVHSലെ +2 വിദ്യാർത്ഥിനിയാണ് അരുന്ധതി. വൈകിട്ട് 7 മണിയോടെ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. അഗളി പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യക്കെതിരെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ ഹർജിക്കാരന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് കോടതി അറിയിച്ചു. കണ്ണൂരിലെ KSU നേതാവ് മുഹമ്മദ് ഷമാസിന്റെ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ PP ദിവ്യ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബിനാമി കമ്പനി ആരംഭിച്ചുവെന്നാണ് ഹർജിയിലെ ആരോപണം. ഈ കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിലെ നിർമ്മാണ കരാറുകൾ നൽകിയെന്നും അഴിമതി ഉണ്ടെന്നുമായിരുന്നു ആക്ഷേപം.